KN ബാലഗോപാലിന്റെ മാജിക് എന്ത്? സംസ്ഥാന ബജറ്റ് ഇന്ന് രാവിലെ 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. നികുതി ഭാരം അടിച്ചേൽപ്പിക്കാത്ത ബജറ്റാകുമെന്നും പ്രതീക്ഷിക്കുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് മുടക്കം വരാതിരിക്കാനുള്ള പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ധനമന്ത്രിയുടെ വസതിയിൽ നിന്ന് D. ബിനോയ്, വിഷ്ണു കരുണാകരൻ എന്നിവരാണ് ആദ്യം തത്സമയം ചേരുന്നത്. ബിനോയ്, സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഞെരുക്കത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഈ ധനമന്ത്രിയുടെ മാജിക് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ബിനോയ് ഇപ്പോൾ ധനമന്ത്രിയുടെ വസതിയിലാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് രാവിലെ അവിടുത്തെ ഒരു ഒരുക്കങ്ങൾ? രാവിലെ ഈ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ലബീഷ്, തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറ്റങ്ങളൊന്നും തന്നെയില്ല. കൃത്യമായും അത്തരത്തിൽ മാധ്യമപ്രവർത്തകരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരും ധനമന്ത്രിയുടെ വീട്ടിലെത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. കേന്ദ്ര ധനമന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ അറിയിച്ച ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തിന്റെ പോക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പോക്ക് വല്ലാത്ത തരത്തിലേക്ക് കടക്കണിയിലേക്കാണ് പോകുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിന് ഇനി കൂടുതൽ സാമ്പത്തിക സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന നിരക്കിൽ കിട്ടാനുള്ള സാധ്യത കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകില്ല എന്നത് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ്. അതേസമയം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം കിട്ടുന്നില്ല, അത് വെട്ടിക്കുറയ്ക്കുന്നു എന്ന തരത്തിലേക്കാണ്. എന്തായാലും ഇന്ന് ബഡ്ജറ്റിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് സാധാരണക്കാർക്കും ഒപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും സംസ്ഥാന ജീവനക്കാർക്കുമൊക്കെ ഉള്ളത്. സംസ്ഥാന ജീവനക്കാർക്ക് DA 5 ഗഡുവോളം DA നൽകാനുണ്ട്. അതിൽ 2 ഗഡു DA എങ്കിലും ഇത്തവണ കിട്ടും. അതിനുള്ള നടപടിക്രമങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 5 മാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ, അത് വീണ്ടും നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രവുമല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് മന്ത്രിസഭ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ്. ഇത് മാത്രമല്ല, ലൈഫ് പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ, അതായത് ജനങ്ങളുമായി നേരിട്ട് സർക്കാർ ഇടപഴകുന്ന പല പദ്ധതികളും മന്ദഗതിയിലും ചില പദ്ധതികൾ പ്രതിസന്ധിയിലുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതിനൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നതിന് അല്ലെങ്കിൽ ഒരു ഉണർവ് നൽകുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ, ചില മാജിക്കുകൾ KN ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി, സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്, വലിയ പ്രശ്നമാണ്. അത്തരത്തിൽ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ പുതിയ വിഭവ സമാഹരണത്തിലേക്ക് നീങ്ങണം. അത്തരത്തിലൊരു വിഭവ സമാഹരണം വേണമെങ്കിൽ അതിനും ചില നിർണായകമായ നീക്കങ്ങൾ ആവശ്യമായിരിക്കും. അതിനെന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വിഭവ സമാഹരണത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാജിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഇന്ന് ബഡ്ജറ്റിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാവരും നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം നികുതി പിരിവിലെ കാര്യങ്ങളാണ്. കാരണം പ്രതിപക്ഷം എപ്പോഴും ആക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ട്, നികുതി പിരിവിൽ കൃത്യത വരുത്തുവാൻ സംസ്ഥാനത്തെ ധനവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നികുതി പിരിവ് കൃത്യമായി അല്ലെങ്കിൽ നികുതി പിരിവിൽ ഒരു കൃത്യത വരുത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു ആശങ്കയ്ക്ക് വഴിവെക്കാറില്ല. പ്രത്യേകിച്ചും ഈ പാറക്കോറികൾ, അതുപോലെ തന്നെ ബാർ ഉടമകൾ, ഇവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ തരത്തിൽ നികുതി പിരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു വലിയ ആരോപണം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ അതിനെന്തെങ്കിലും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകുമോ? മാത്രവുമല്ല, ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായിരുന്നു പാർപ്പിടം ഒരുക്കൽ. അതായത് പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി. ഇത് എത്രമാത്രം ഇനി വലിയ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വൻകിട വികസന പദ്ധതികൾ, അത്തരം വികസന പദ്ധതികൾക്ക് എങ്ങനെയായിരിക്കും ഇനി തുക കണ്ടെത്തുക, അതുപോലെ തന്നെ കിഫ്ബി പോലുള്ള പദ്ധതികളുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? അത്തരത്തിൽ വലിയ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിനുള്ള മറുപടികളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 9 മണിക്ക് തന്നെ ബഡ്ജറ്റ് അവതരണമുണ്ടാകും. ഇന്നലെ തന്നെ ബഡ്ജറ്റിൽ ചില മാറ്റങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യം CPM തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു.
അതിനു പകരം പെൻഷൻ മുടങ്ങാതെ ആളുകളിൽ എത്തിക്കുക എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്ത് കാര്യം ചെയ്യാൻ കഴിയും, അത്തരത്തിൽ ഏത് തരത്തിലുള്ള ഒരു നീക്കം മുന്നോട്ട് പോകാൻ കഴിയും, അതിന് എന്ത് തരത്തിലുള്ള ഒരു മാജിക് ആയിരിക്കും കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റിലുണ്ടാവുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഏർപ്പെടുത്തിയ മറ്റൊരു ഒന്നായിരുന്നു 2 രൂപ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയുള്ളൊരു കണ്ടെത്തൽ. ഇനി ഈ 2 രൂപ സെസ് പിൻവലിക്കുമോ അതോ ആ തുക കൂട്ടുമോ, അത്തരത്തിൽ എന്തെങ്കിലും മാജിക്കുകൾ ഉണ്ടാകുമോ, ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി സാധാരണ ജനങ്ങളും ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നവരുമൊക്കെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന സർക്കാരിന് എന്തുമാത്രം അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയും, അതിന് എങ്ങനെ കൂടുതൽ ധനസമാഹരണം നടത്താൻ കഴിയും, പുതിയ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് നികുതി കണ്ടെത്തുവാൻ കഴിയുമോ, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ധനം കണ്ടെത്താൻ കഴിയുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ബഡ്ജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും കിഫ്ബിയുമായി ബന്ധപ്പെട്ട പല നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണങ്ങൾ, പാലങ്ങളുടെ നിർമ്മാണങ്ങൾ, റോഡുകളുടെ നിർമ്മാണങ്ങൾ, ഇത്തരത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ധനസമാഹരണം ആവശ്യമാണ്. ഈ കിഫ്ബി പോലുള്ള ഈ ധനസമാഹരണ പദ്ധതിക്ക് എതിരെ തന്നെ കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പലപ്പോഴും കേന്ദ്രത്തിന്റെ ഫണ്ടിൽ നിന്ന് പൈസ കടമെടുക്കുന്ന സാഹചര്യത്തിൽ അത് കിഫ്ബിയിൽ കടമെടുത്തതായി കണക്കാക്കും എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള സർക്കാരിന് ഞെരിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ജനം നോക്കിക്കാണുന്നത് ഏത് തരത്തിലുള്ള ഒരു ബഡ്ജറ്റ്, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ ബാധ്യതയില്ലാത്ത, ജനങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ബഡ്ജറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന നാളുകൾ വളരെ സാമ്പത്തിക പ്രതിസന്ധിയുടെ നാളുകളാണ്. കാരണം സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുവദിക്കുന്ന തുക, അല്ലെങ്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയെന്നോ അല്ലെങ്കിൽ അത് കൂട്ടുമെന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെ ഇന്നലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം സുപ്രീം കോടതിയിൽ ആ റിപ്പോർട്ട് നൽകിയപ്പോൾ തന്നെ അത്തരം കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു വർധന പ്രതീക്ഷിക്കേണ്ട. മാത്രവുമല്ല, ഊർജ്ജ വിഭാഗത്തിലെ നവീകരണത്തിനായി 2 പ്രാവശ്യമായി 8,000 കോടി രൂപ നൽകിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ ഒരു വെട്ടിനിരത്തൽ നയം പോലെ തന്നെ കൃത്യമായ ചില കണക്കുകൾ സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ സാഹചര്യമെല്ലാം കണ്ടു തന്നെയാണ് ഇന്നലെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അധിക ധനം അല്ലെങ്കിൽ അധിക നികുതി ഭാരം ജനങ്ങളിലേക്ക് കൊണ്ടുവരാതെ സാധാരണക്കാരനെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണക്കാരന് വലിയ വിമിഷ്ടമുണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇത്തവണ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. അത്തരത്തിൽ ചില മാറ്റങ്ങൾ, ചില മാജിക്കുകളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലബീഷ്, ബിനോയ്, ഈ ബജറ്റിന്റെ ഒരു രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു, ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. സ്വാഭാവികമായും ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ തുക വകയിരുത്താൻ അത് എവിടെ നിന്ന് തുക കണ്ടെത്തുമെന്നുള്ള ചോദ്യമുണ്ട്. കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാനായിരിക്കുമോ ധനമന്ത്രിയുടെ ശ്രമം? ഈ ക്ഷേമ പെൻഷൻ സംബന്ധിച്ചാണ് ഏറ്റവും വലിയൊരു ആകാംക്ഷയുള്ളത്. 2,500 രൂപയാണ് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ 5 മാസത്തെ പെൻഷൻ തന്നെ ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നുള്ള ശക്തമായ സമ്മർദ്ദം ധനമന്ത്രിക്ക് മേലുണ്ടോ? എങ്ങനെയായിരിക്കും അതിനെ അദ്ദേഹം കൈകാര്യം ചെയ്യുക? തീർച്ചയായിട്ടും ഇതിനകത്ത് പാർട്ടി അല്ലെങ്കിൽ LDF തന്നെ ആവശ്യപ്പെടുന്നത് പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് 2,500 രൂപ എന്ന ക്ഷേമ പെൻഷൻ എന്നുള്ള കാര്യം. അത്തരത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്ന ആവശ്യം വച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 5 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് മുടങ്ങിയിരിക്കുന്നത്. അത് വീണ്ടും കൃത്യമായി നൽകുന്നതിനൊരു നടപടി ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 മാസത്തെ കുടിശ്ശികയും പിന്നീട് തുടർച്ചയും അത് തന്നെ ഒരു വലിയ തുക ആയി വരും. പിന്നെ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, പല കുടുംബങ്ങളും 2 പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അത്തരത്തിൽ 2 പെൻഷൻ വാങ്ങുന്നതിന് എതിരെ ഒരു നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പെൻഷനിലേക്ക് ഒതുക്കാൻ, അല്ലെങ്കിൽ ഒരു പെൻഷൻ മാത്രം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് അത് ഒരു പെൻഷനിലേക്ക് മാത്രമായി ചുരുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത്തരത്തിൽ ചില ക്രമീകരണങ്ങൾ അത് മാത്രമല്ല, അധിക ധനസമാഹരണം എന്ന് പറയുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കാരണം നികുതി പിരിവിലൂടെ അത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയിട്ടായിരുന്നു 2 രൂപ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. അതുതന്നെയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ആ തുക പിരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലേക്കൊക്കെയുള്ള വിശദീകരണങ്ങളാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര ധനമന്ത്രാലയം നൽകിയിരിക്കുന്ന റിപ്പോർട്ടുള്ളത്. എന്തായാലും പുതിയൊരു മാജിക്, അല്ലെങ്കിൽ പുതിയൊരു തന്ത്രം ഇതിന് സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഏത് തരത്തിലായിരിക്കും? ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ പണ്ടൊരിക്കൽ ഭാഗ്യക്കുറി ഏർപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു വലിയ വരുമാനം കണ്ടെത്തിയിരുന്നു.
അത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും മാജിക്കുകളുണ്ട് അതൊന്നും തന്നെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും ക്രമീകരണങ്ങൾ പദ്ധതികൾ ഉണ്ടാകും. അതിന് അധിക ധനസമാഹരണത്തിനുള്ള നീക്കങ്ങളുണ്ടാകും. അത്തരത്തിൽ അധിക ധനസമാഹരണത്തിന് വേണ്ടി എന്ത് പദ്ധതിയായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടതാണ്. കാരണം തുടക്കത്തിൽ ബഡ്ജറ്റിന്റെ തുടക്കം മുതൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പ് സാധാരണക്കാരന്റെ വോട്ടാണ്. അത്തരത്തിൽ ആ വോട്ട് കിട്ടണമെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ നൽകണം, ആ പെൻഷൻ വർദ്ധിപ്പിക്കണം. അത്തരത്തിൽ പെൻഷൻ വർധനയുമായി മുന്നോട്ട് പോകണം എന്നൊരു അറിയിപ്പ് തന്നെയാണ് CPM അതിനകത്തൊരു വ്യക്തമായൊരു രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞിട്ടുള്ളതും. അത് എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒരുപക്ഷെ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ 100 രൂപ വർദ്ധിപ്പിച്ചാൽ അതിന് കൂടുതൽ ധനം എവിടെ നിന്ന് സമാഹരിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രമീകരണങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. രബീഷ്. ശരി ബിനോയ് എന്തായാലും